Hi friends, welcome back to my channel. This is Mufida Naufal from my Fresh. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഹെയർ ആക്സസറി, ഹെയർ ബാൻഡ് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള ഫാസിനേറ്റർ ഹെയർ ആക്സസറീസ് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് മെത്തേഡിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഫാബ്രിക്കാണ്. ഫാസിനേറ്റർ അല്ലെങ്കിൽ ബോണിങ് നെറ്റ് ബ്രെയ്ഡ് എന്നൊക്കെ പറയുന്നൊരു മെറ്റീരിയലാണിത്. ഇത് 1/2 ഇഞ്ച് മുതൽ 4 ഇഞ്ചസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഓൺലൈനിലൊക്കെ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ ഫാസിനേറ്റ് അല്ലെങ്കിൽ ബോണിങ് നെറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു കോമൺ ലുക്കിലുള്ള ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ വേണ്ട മെഷർമെൻറ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. അതായത് 1 മീറ്റർ ഫാസിനേറ്റർ 40 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഫാസിനേറ്റർ അല്ലെങ്കിൽ നമ്മളെ ബോണിങ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ. നമുക്കിത് ബൾഗായിട്ടും റീറ്റെയിലായിട്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കൺഗൻ ഫാബ്രിക് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിഫ് നെറ്റ്, നമ്മൾ ഫ്രോക്കൊക്കെ കുറച്ച് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈനിങ് ഫാബ്രിക് ഉണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ ബോണിങ് നെറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബോണിങ് നെറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി നമുക്ക് 1 ഇഞ്ചിൻ്റെ സ്റ്റിഫ് നെറ്റ് അല്ലെങ്കിൽ കൺഗൻ ഫാബ്രിക് എടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് നമ്മൾ നെറ്റ് ഫാബ്രിക്കാണ്. നമുക്ക് ഏത് ഫാബ്രിക് യൂസ് ചെയ്തിട്ടും ഇതുപോലെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാം. പക്ഷെ നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫ്രോക്കിന് മാച്ചിങ് ആയിട്ടാണ് ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് മെത്തേഡിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാനിവിടെ ഫാബ്രിക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ 4 ഫോൾഡ് ചെയ്തതിൽ 10 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. പിന്നെ വിഡ്ത്ത് വരുന്നത് 5 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക്സ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വേണ്ടത്. അപ്പോൾ 1 സൈഡ് നമ്മൾ എന്താക്കുക, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ബോണിങ് നെറ്റും കൂടെ അതിലേക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ് ഈ ടൈപ്പിലുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ 2 ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സോ പേളോ അല്ലെങ്കിൽ അതുപോലെ ഫെദേഴ്സൊക്കെ വെച്ചിട്ട് നമുക്കത് അതിനെ ഒന്നും കൂടെ ഭംഗിയുള്ളതാക്കിയെടുക്കാം. നമുക്കിതുപോലെ അതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫാസിനേറ്റർ നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് അതിൻ്റെ 2 എഡ്ജസ് ഉണ്ടല്ലോ, 2 സൈഡും ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത്. ഫാബ്രിക് ഇതുപോലെ റൗണ്ടായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ എഡ്ജ് അല്ലെങ്കിൽ സൈഡുകളൊന്നും മറിഞ്ഞു പോവാതെ ഇതേ ഒരു പാറ്റേണിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് അതിന് ഉൾവശത്ത് കൂടി ബൈ ഹാൻഡ് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നൂലൊന്ന് ടൈറ്റായിട്ട് വലിച്ചെടുക്കാം. അതിൽ പൊട്ടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മെത്തേഡിലുള്ള ഹെയർ ബാൻഡിൻ്റെ ബേസ് ആയിട്ടുണ്ട്. നമുക്കിത് ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ ഇത് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ഏത് ഷേപ്പിലേക്കാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് അതിനെ ആക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ബീഡ്സോ പേളൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഭംഗിയുള്ളതാക്കിയെടുക്കാം. നമ്മൾ അതുപോലെ തന്നെ ഫാബ്രിക്സ് ഇതിപ്പം 1 മീറ്ററാണ് നമ്മൾ ബോണിങ് നെറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ചും കൂടെ അതിൻ്റെ റൗണ്ട് കൂടുതൽ കിട്ടും. അതുപോലെ കുറച്ച് കുറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ പേളോ ഒക്കെ ചെയ്തിട്ട് ഈ ഒരു ടൈപ്പിൽ ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം. വളരെ ഈസിയാണിത്. ഇനി സെക്കൻഡ് മെത്തേഡിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആ സെയിം ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നൂലൊക്കെ അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് ഫാബ്രിക്സ് ഇതുപോലെ ഫാബ്രിക്സിൻ്റെ മെഷർമെൻറ്റൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അതിൽ ചെറിയൊരു കട്ടിങ്ങിൽ ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഇതുപോലെ ആ 2 എഡ്ജസും നമുക്ക് ഒന്ന് കോണ് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സൂചി നൂല് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉൾവശത്ത് കൂടി റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഈ രണ്ട് മെത്തേഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എങ്കിലും രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ കൂടുതലും ഈ ഒരു രീതിയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ലുക്കും അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനും വളരെ ഈസിയാണിത്. ഇതിന് സെൻട്രൽ പോർഷൻ നമുക്ക് ബോയോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബേസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സെൻട്രൽ പോർഷനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക വേണ്ടത്. അപ്പോൾ ഈ ഒരു ഹെയർ ആക്സസറി ഞാൻ പെയർ ചെയ്യുന്നത് ഒരു ഫ്ലവർ ഫ്രോക്കിനാണ്. അപ്പോൾ ഞാനിത് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതുപോലുള്ള ഹെയർ ആക്സസറീസ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ വീഡിയോസ് ഇടുക അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പേഴ്സണലായിട്ടും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ തീർച്ചയായും ഈ വീഡിയോ കാണാൻ നിങ്ങൾ കമൻറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ തീർച്ചയായും ഫോളോ ചെയ്യുക. നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സൊക്കെ അതിലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഫാബ്രിക് നെറ്റ് ഫാബ്രിക് തന്നെ ഗ്യാദേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രോക്കിൻ്റെ ടെയിലിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ കൂടെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഹെയർ ബാൻഡിൽ വെക്കുന്നത്. അത് ഇതുപോലെ സെക്യൂർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോക്ക്. ഇതുപോലെ നല്ല ഫ്ലവർ ഫ്രോക്കിലെ ലിയാൻലിൻ്റെ ഫ്രോക്കിൻ്റെ റീക്രിയേഷൻ ചെയ്തതാണ് നമ്മളിതിൻ്റെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സെൻറ്ററിലേക്ക് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ശരിക്കും നമ്മൾ മലയാളികൾക്ക് ഇത് ഒരു മംഗലപ്പുര പോലെയൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ഔട്ട് സൈഡ് കേരളയിലെ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. സോ അവർക്ക് കുറച്ചും കൂടെ അങ്ങനെയുള്ള വർക്കുകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതിൻ്റെ നമുക്ക് ബേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 ഇയർ ബേബിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെയറൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹെയർ ബാൻഡാണ് നമ്മൾ വെക്കുന്നത്. ഇതുപോലുള്ള എലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് വയ്ക്കാറുണ്ട്. നമ്മൾ 40 ഇഞ്ചസാണ് 1 ഇയർ ബേബിക്ക് വേണ്ടി സ്റ്റാൻഡേർഡ് സൈസിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളെ കയ്യിലുള്ളത് കുറച്ച് ഫ്ലെക്സിബിളായ എലാസ്റ്റിക്കാണ്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ബേബീൻ്റെ ഹെഡിൻ്റെ ഇതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. പിന്നെ എലാസ്റ്റിക് കുറച്ച് ഫ്ലെക്സിബിൾ ആവുമല്ലോ. അപ്പോൾ അതിനെക്കാട്ടി നമ്മളെ ഹെഡിൻ്റെ അളവിനേക്കാളും ഒരു 5 ഇഞ്ച് കുറച്ചിട്ടെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് സെക്യൂർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഡിഫറെൻറ്റ് രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവർ ഫ്രോക്കിന് മാച്ചിങ് ആകുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഡാർക്ക് പർപ്പിൾ കളറാണ്. വീഡിയോയിൽ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് കളേഴ്സൊക്കെ. ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.